കരിങ്കൊടി പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ഗുരുതര പരിക്ക്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം ഇടിച്ചാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതര പരിക്കേറ്റ അൻസല ദാസിനെ ഉടൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. പ്രവീണയുടെ വിവരങ്ങളുമായി. പ്രവീണ, എങ്ങനെയാണ് ഈ പരിക്കു പറ്റിയത്? മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം ഇടിക്കുന്നത് കൃത്യമായും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അൻസലദാസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാറനല്ലൂർ മണ്ഡലം സെക്രട്ടറിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് അൻസലദാസ്. അൻസലദാസും സംഘവും ഇന്ന് കാട്ടാക്കടയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ബസ്സിനു നേരെ, നവകേരള ബസ്സിനു നേരെ കരിങ്കൊടി വീശിയിരുന്നു. ഈ കരിങ്കൊടി വീശാൻ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനം റോഡിന്റെ സൈഡിലേക്ക് കയറ്റുകയും ഈ അൻസലദാസിന്റെ കാലിൽ കൂടി കയറ്റിയിറക്കുകയും ചെയ്തത്. മാത്രവുമല്ല, ആ സുരക്ഷാ വാഹനത്തിന്റെ ഡോർ തുറന്ന് തള്ളി മാറ്റുന്നതും കാണാമായിരുന്നു. ഈ വാഹനം കാലിൽ കൂടി കയറിയതിനെ തുടർന്ന് അദ്ദേഹത്തെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ കാലിന്റെ ആംഗിളിലെ എല്ലുകൾ പൊട്ടി പുറത്തേക്ക് വന്ന അവസ്ഥയിലാണ്. ഇത് തിരിച്ചു ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നത്. വളരെ ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. എല്ലുകൾ പൊട്ടി പുറത്തു വന്ന അവസ്ഥയിലാണ്. ഇതിനു മുൻപും സുരക്ഷാ വാഹനം റോഡരികിൽ കരിങ്കൊടി കാണിക്കുന്നവരെ പേടിപ്പിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുകൂടി മുന്നിൽ കണ്ടാകണം ഒരുപക്ഷേ CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഒക്കെ പറഞ്ഞത് ജീവൻ രക്ഷാ മാർഗമാണ്, ആത്മഹത്യാ സ്ക്വാഡായാണ് ഇവർ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ വാഹനം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ കയറിയിറങ്ങി അദ്ദേഹത്തിന്റെ കണങ്കാലിലെ എല്ലുകൾ പൊട്ടി പുറത്തു വന്ന അവസ്ഥയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് സജ്ജനാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം ഇടിച്ചാണ് കരിങ്കൊടി കാണിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത്. കാലിന് പരിക്കേറ്റ അൻസല ദാസിനെ ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നവകേരള സദസ്സിന്റെ ബസ്സിന് സമീപത്തേക്ക്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്ന ബസ്സിന് സമീപത്തേക്ക് ഈ പ്രതിഷേധക്കാർ എത്താതിരിക്കുന്നതിന് വേണ്ടി റോഡ് അരികിലേക്ക്, അതായത് പ്രതിഷേധക്കാർ നിൽക്കുന്നതിന് സമീപത്തേക്ക് വാഹനം പെട്ടെന്ന് ഓടിച്ചു കയറ്റിയത് മൂലമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മേത്ത് ഈ വാഹനം തട്ടുകയും അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത്. PR പ്രവീണ നൽകുന്ന വിവരമനുസരിച്ച് ഇയാളുടെ കാലിന് ഗുരുതര പരിക്ക് പറ്റിയിട്ടുണ്ട്. എല്ല് പൊട്ടി പുറത്തു വന്ന സാഹചര്യമാണുള്ളത്. കാലിന് മുകളിലൂടെ ഈ വാഹനത്തിന്റെ ചക്രം കയറി ഇറങ്ങി എന്നുമാണ് PR പ്രവീണ തിരുവനന്തപുരത്തു നിന്നും നൽകുന്ന വിവരം.